മനുഷ്യന്റെ അഹന്ത മാറ്റിയെടുക്കാനായി സുബ്രഹ്മണ്യസ്വാമിക്ക് നൽകുന്ന വഴിപാടാണ് ഭിക്ഷാടനം. സത്യമേ, അയ്യോ സത്യമേ, 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 കണ്ണു തുറക്ക്. അവന് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. സത്യമേ, സത്യമേ, കണ്ണു തുറക്ക്. സത്യമേ, കണ്ണു തുറക്ക്. എന്താ സത്യാമ്മയ്ക്ക് പറ്റിയേ? നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തിയേ? ഞങ്ങള് വിഷ്ണുവച്ചനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ഭഗവാന് ധാരകോരി ഒഴിക്കാൻ വന്നതാ. സത്യാമ്മയും വന്നത് ബിഗ് ഫ്രണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാ. വെള്ളം വെള്ളം കുടിക്ക. സത്യമേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ശാലിനി, മകനെ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടി വഴിപാടിന്റെ ഭാഗമായിട്ട് പിച്ച തണ്ടാനിരിക്കുകയായിരുന്നു. നിന്നോടും എന്റെ അർജുനോടും ഒക്കെ ഇവര് ചെയ്തത് തേച്ചാലും മാച്ചാലും എന്റെ മനസ്സിൽ നിന്ന് പോവില്ല. കണ്ടപ്പോ എന്റെ വായി തോന്നിയതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇത്രയും കാശും സ്വത്തും ഒക്കെ ഉള്ളൊരു സ്ത്രീ പിച്ച തെണ്ടാനൊക്കെ ഇരിക്കാന്ന് വെച്ചാ അതിന്റെ കുറച്ചിൽ ആർക്കാ? നിങ്ങൾ മക്കൾക്കും മരുമക്കൾക്കുവാ. എന്ത് വഴിപാടിന്റെ പേരിലായാലും നിങ്ങൾ നോക്കാഞ്ഞിട്ട് വന്നിരിക്കാന്നല്ലേ ആളുകൾ പറയൂ. അതുകൊണ്ട് കൂടിയാ മുഖം കറുപ്പിച്ച് ഞാൻ 1-2 പറഞ്ഞത്. എന്നെ അങ്ങനെ നോക്കൊന്നും വേണ്ട. ദാ ഇവളോടുള്ള സ്നേഹ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സത്യമേ, എങ്ങനെയുണ്ട്? തലകറക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ക്ലിനിക്കിൽ പോവാം. വേണ്ട, വീട്ടിൽ പോയിന്ന് കിടന്ന മാറാവുന്ന ക്ഷീണേ ഉള്ളൂ ശരീരത്തിന്. പക്ഷെ മനസ്സിന്റെ ക്ഷീണം മാറണമെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം. എഴുന്നേക്ക് സത്യമേ. കണ്ടില്ലേ, ഭിക്ഷ എടുത്ത് കിട്ടിയതാ. സത്യമേ, അതിങ്ങിതാ, ഞാൻ ഭണ്ഡാരത്തിലിട്ടോളാം. സത്യമേ, മോള് ശ്രദ്ധിച്ചോളണം. മോള് കയറിക്കോ.
കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഇവരുടെ പൂങ്കണ്ണീരിലൊന്ന് വീണേക്കല്ലേ. ഇതൊക്കെ മാറും. ഞാനിതെത്ര കണ്ടിരിക്കുന്നു. പ്രീതിയും പാറും സുഖമായിട്ടിരിക്കുന്നു. സത്യഭാമയുടെ വീടിന്റെ പടി ചവിട്ടരുതെന്നാ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിനക്ക് സുഖാണോന്ന് ചോദിച്ച് ഞാൻ വിഷമിപ്പിക്കുന്നില്ല. എനിക്കറിയാലോ കാര്യങ്ങളൊക്കെ. ഇതിപ്പോൾ ചന്ദ്രബോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൊളുത്ത നോൺ ബൈലബിൾ വാറണ്ട്. കോടതിയിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന തെളിവുകൾ നശിപ്പിക്കുമെന്നൊരു പിടിവള്ളി. അത് സാക്ഷികളെ സ്വാധീനിക്കുമെന്നാവാം, അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ സാക്ഷികൾ കോടതിയിൽ എത്തുന്നതിൻ്റെ പേരിലുള്ള സംരക്ഷണം കൊടുക്കും എന്നതിലും ആവാം. വിഷ്ണുവിൻ്റെ മുൻകാല പെറ്റിക്കേസുകൾ ചന്ദ്രബോസ് എടുത്തിട്ട് അലക്കും. ഒരു തികഞ്ഞ കള്ളനെ പൂട്ടാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ എനിക്കിവിടെ ചന്ദ്രബോസിനെതിരെ ചെയ്യേണ്ടി വരും. എന്നാലേ അയാളെപ്പോലൊരു വെരികിനെ. എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും വിഷ്ണു ബ്രോയ്ക്ക് ജാമ്യം കിട്ടണം. അതിനായിട്ടിപ്പോൾ എന്താ വഴി? അതാ ഇപ്പോൾ ആലോചിക്കേണ്ടത്. നടപ്പിലാക്കുന്ന കാര്യങ്ങൾ കോടതി പുനഃപരിശോധിക്കുന്നത് പോലെ എടുത്ത തീരുമാനങ്ങൾ പുനഃപരിശോധിക്കാനുള്ള വഴി ഉണ്ടാക്കണം. മനസ്സിലാവുന്നുണ്ടോ? അതിന് വിഷ്ണുവിൻ്റെ മനസ്സ് മാറണം. അതിനെന്താ മാർഗമെന്ന് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. എത്ര നിർബന്ധിച്ചിട്ടും അടുക്കുന്നില്ലല്ലോ. ആ ഒരവസ്ഥയിലല്ലേ ആളിപ്പോൾ നിൽക്കുന്നേ. വെരി മച്ച് ഫൈൻ മോളു. ഒരുപാട് നേരമായ വന്നിട്ട്. കുറച്ച് നേരമായി. മോളെ, മോളകത്ത് പോയി എന്തെങ്കിലും കഴിക്കട്ടോ. ഓക്കെ സത്യമേ. ശ്യാമേ, അർജുൻ ഇരിക്ക്. അർജുൻ, വിഷ്ണു ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ ചന്ദ്രബോസ് പെടുത്തിയതാ. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ. അയാൾക്ക് നമ്മളോട് കടുത്ത വൈരാഗ്യമുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളെയും അയാളെയും മാത്രം സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. കോടതിക്ക് വേണ്ടത് തെളിവുകളാണ്. അത് കോടതിയിലേക്ക് വിഷ്ണുവിനെതിരെ എത്തിക്കുന്നതിന് വേണ്ടി ചന്ദ്രബോസ് അയാളുടെ സന്നാഹങ്ങളെല്ലാം ഇതിനു വേണ്ടി ഉപയോഗിക്കും. അവിടെ അയാൾക്കെതിരെ പിടിച്ചു നിന്ന് സത്യസന്ധമായി നടന്ന കാര്യങ്ങളൊക്കെ കോടതിയിൽ ബോധിപ്പിക്കണം. ഇനിയിപ്പോ അധികം വൈകിക്കണ്ട. പെട്ടെന്ന് ജാമ്യാപേക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. സത്യമ്മേൻ, അതിനൊരു കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പമാ? വിഷ്ണുവിനെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. പക്ഷെ അവൻ അവൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക. എന്ത് നിലപാട്?
അത് എൻ്റെ അവസ്ഥയിൽ വേദന ഉണ്ടെന്ന് പറയാനോ? ആരുടെയും കണ്ണീർ വാക്കുകൾക്ക് ഞാൻ ചെവി കൊടുക്കുന്നില്ല. വരുന്നവരുടെ എല്ലാം കണ്ണീർ വാക്കുകൾ കൊണ്ട് എൻ്റെ ഞരമ്പുകൾ വരെ മരവിച്ച അവസ്ഥയാണ്. സങ്കടക്കടലുകൾ കാണാനും താങ്ങാനും എനിക്ക് മനസ്സില്ല. നീ അർജുനെ വിളിച്ചോണ്ട് പോ. വിഷ്ണു, ആരെ ബോധിപ്പിക്കാൻ വേണ്ടി നീ കാണിച്ചു കൂട്ടുന്നേക്കെ? നമുക്കിങ്ങനെ കിടന്നാൽ മതിയോ? ചന്ദ്രബോസും നോൺ വൈലബിൾ കണ്ടുകൊണ്ട് കളത്തിലിറങ്ങിയപ്പോൾ നമ്മൾ അതിൻ്റെ അപ്പുറം കണ്ടുകൊണ്ട് കളത്തിലിറങ്ങണം. നമ്മൾ അതിൻ്റെ അപ്പുറം കണ്ട് കളത്തിലിറങ്ങണം. നിനക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് ഞാനാ. അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങൾ എനിക്കറിയണം. അതിനാണ് ഞാൻ വന്നത്. അർജുൻ, കാർത്തിയെ ഞാൻ കൊല്ലാൻ ആളെ ഏർപ്പാടാക്കി. അവളെ അവിടെ ഞാൻ പറഞ്ഞതുപോലെ കാറി വെച്ച് കത്തിച്ചു. നെട്ടൂര് പാലത്തിന് താഴെ വെച്ച് പ്രതികളാക്കപ്പെട്ടവർ സമ്മതിച്ചു കഴിഞ്ഞതാ. വിഷ്ണു, അത് കള്ളമാണെന്ന് കോടതിയെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഡിഫൻസ് വക്കീൽ എന്ന നിലയിൽ എൻ്റെ ചുമതലയാണ്. അത് ഭംഗിയായിട്ട് ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് പറയാനും ഈ ജാമ്യാപേക്ഷ ഒപ്പിടിക്കാനുമാണ് ഞാൻ വന്നത്. ഇതിലൊന്ന് ഒപ്പിട്. ഇവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി വക്കാലത്ത് ഏൽപ്പിച്ചാരാ? എൻ്റെ അമ്മയല്ലേ? ആ അമ്മയോട് അർജുൻ പോയി പറയണം ഈ വിഷ്ണുവിന് ജാമ്യം വേണ്ടെന്ന്. കോടതിയിൽ കുറ്റം ചെയ്ത് ഞാനാണെന്ന് സ്വയം ഏറ്റു പറഞ്ഞ് ശിക്ഷ വാങ്ങാൻ തയ്യാറാണെന്ന്. വിഷ്ണു, പുറത്തു നിൽക്കുന്നതിനേക്കാൾ സുഖാടോ അകത്ത് കിടക്കാൻ? കോടതിയിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട ബാക്കി ജീവിതം ചെയ്യില്ല. പുറത്തൊന്നും ചെയ്യാനില്ലാതെ ജീവിതം ഒരു ചോദ്യചിഹ്നമായിട്ട് കണ്ടു നിൽക്കുന്നേക്കാൾ എത്രയോ ഭേദമാ. എത്രയോ പേര് ജയിലിൽ പാറ പൊട്ടിച്ചോ ചപ്പാത്തി ഉണ്ടോക്കെ കഴിയുന്നത്. ആരും ചോദ്യത്തിന് മറുപടി പറയണ്ടല്ലോ. സ്നേഹിക്കുന്നവരുടെ കണ്ണീരും കണ്ട. എൻ്റെ അമ്മയോടൊപ്പം ആ വീട്ടിൽ കഴിയുന്നതിനൊക്കെ ഭേദം ജയിലിൽ കഴിയുന്നതാ. ചെന്ന് പറഞ്ഞേക്ക് ഞാൻ ജാമ്യാപേക്ഷയിൽ ഒപ്പിടില്ലെന്ന്. വിഷ്ണു ബ്രോ എന്തൊക്കെയായി പറയുന്നത്? ശാലിനി ബ്രോയെ പുറത്തിറക്കാൻ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ആ കണ്ണീര് കണ്ടിട്ടെങ്കിലും. അതെ, ആ കണ്ണീരാ എന്നെ ഉടലോട് നിർത്തി അങ്ങ് ദയിപ്പിക്കുന്നേ. അവളെ ഒന്ന് കാണാനോ ഒരു ആശ്വാസമൊക്കെ പറയാനോ നമ്മൾ അമ്മ എന്നെ സമ്മതിച്ചോ? ശാലിനിയൊത്തുള്ളൊരു ജീവിതം നമ്മുടെ അമ്മ എനിക്ക് തരില്ല. പിന്നെ ഞാൻ എന്തിനാടാ ജാമ്യത്തിന് പുറത്തിറങ്ങുന്നേ? ഇതും ലോക്കപ്പ് അതും ലോക്കപ്പ്. എന്നാ പിന്നെ ഇവിടെ തുടർന്ന് തന്നെ നല്ലത്. എടാ, നീയാണെങ്കിൽ ഇങ്ങനെയല്ലേ ചെയ്യൂ അല്ലേ? എന്റെ തീരുമാനങ്ങൾക്ക് ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് പോവാം. പിന്നെ ഈ പേരും പറഞ്ഞ് മേലെ ആരും എന്നെ കാണാൻ വന്നേക്കരുത്. വിഷ്ണു, ഇനി തനിക്ക് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? അളിയ, കൊലക്കയറ് സ്വപ്നം കണ്ടു കിടക്കുന്ന പ്രതിക്ക് ആര് വാദിച്ചാൽ എന്താ, ആര് വാദിച്ചില്ലെങ്കിൽ എന്താ? ആശ നശിച്ചവന്റെ മുന്നിൽ വലിയവനോ ചെറിയവനോ അങ്ങനെ ഒരു ചിന്തയും വരുന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്റെ വിധി. ജീവിക്കണമെങ്കിൽ ശാലിനിയൊത്തുള്ള ജീവിതം, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ സ്വീകരിച്ച് ഏതെങ്കിലും ജയിലിറക്കുള്ളിൽ തീരണം ഈ ജീവിതം. ഇല്ലെങ്കിൽ തീർക്കും ഞാൻ എന്റെ നശിച്ച ജീവിതം. ഇത് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങളാ. ഇനി ഇതിലൊരു മാറ്റമില്ല. വിഷ്ണു, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പോവാം. അപ്പോ ഈ അമ്മ അവൻ മനസ്സിലാക്കുന്നില്ല. എന്റെ സങ്കടമൊന്നും അവൻ കാണുന്നുമില്ല.
ഇനി ഒരു വഴിയുമില്ലേ? വഴിയൊക്കെ ഉണ്ട്, പക്ഷെ അത് പ്രാവർത്തികമാക്കിയെടുക്കാൻ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും. എന്ത് വിട്ടുവീഴ്ചകൾക്ക് ഈ സത്യമ്മ തയ്യാറാ? എനിക്കെന്റെ മോനെ ജയിലിൽ നിന്നൊന്ന് ഇറക്കി കിട്ടിയാൽ മതി. പിന്നെ അറിയാലോ അവന്റെ ഒരു പ്രകൃതം, നിസ്സാര കാര്യങ്ങൾക്കുള്ള വാശി പിടിക്കൽ. ദേ, അതൊന്നും നീ കാര്യമാക്കണ്ട. വിഷ്ണുവിന്റെ മനസ്സിൽ എന്തൊക്കെയോ പരിഭവങ്ങളും പിണക്കങ്ങളും ഉണ്ട്, ആരോടൊക്കെയോ ദേഷ്യവും ഉണ്ട്. പിന്നെ ഇപ്പോൾ വിഷ്ണുവിന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതല്ല അവന്റെ യഥാർത്ഥ ജീവിതത്തെ ബാധിക്കില്ല എന്നൊരു തോന്നൽ, അത് അവന് തന്നെ ഉണ്ടാവണം. മനസ്സ് മരവിച്ച് നിൽക്കുന്നവന്റെ മുമ്പിൽ പുതിയൊരു ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളും സ്വപ്നങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഉള്ളിലുണ്ടായിട്ടുള്ള നിരാശയും വേദനയും മാറണം. എങ്കിൽ മാത്രമേ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള പേപ്പറിൽ അവൻ ഒപ്പിടാൻ സാധ്യതയുള്ളൂ. ഇല്ലെങ്കിൽ തൻ്റെ വിധിയെ പഴിച്ചുകൊണ്ട് കിട്ടുന്ന ശിക്ഷയും വാങ്ങി ജീവിതം കൽത്തുറങ്ങിനുള്ളിൽ ഹോമിക്കുവാൻ അവൻ തയ്യാറാവും. അതുണ്ടാവാതിരിക്കണമെങ്കിൽ ചില വിട്ടുവീഴ്ചകൾ വേണമെന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതും ഇതുകൊണ്ടാണ്. അത് സത്യാമ്മയുടെ ഭാഗത്തുനിന്ന് മാത്രമേ ഉണ്ടാവാനും പാടുള്ളൂ. എടാ, നീ എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. നീ അതങ്ങ് തുറന്നു പറ. എടാ, നീ ഈ വീട്ടിൽ അന്യനൊന്നും അല്ലല്ലോ. ആ സ്വാതന്ത്ര്യം വെച്ചുകൊണ്ട് തന്നെ ഞാനിപ്പോൾ സത്യാമ്മയോട് സംസാരിക്കുന്നത്. വിഷ്ണുവിന്റെ സമ്മാനസാലെ ജാമ്യാപേക്ഷയിൽ ഒപ്പിടില്ല. പിന്നെ എന്താണ് മാർഗം? മാർഗം എന്തായാലും ലക്ഷ്യമാണല്ലോ സത്യാമ്മയെ പ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ വിഷ്ണുവിനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് വിഷ്ണുവുമായിട്ട് സംസാരിപ്പിക്കുക. അവൻ എതിര് പറയാൻ സാധ്യതയില്ലാത്ത ഒരാളെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കുക. പറഞ്ഞാൽ അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരാൾ. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? സത്യാമ്മ മറ്റാരുമല്ല, ശാലിനി തന്നെ. സത്യമേ, ശാലിനിയെ കൊണ്ട് പറയിപ്പിക്കുക. വിഷ്ണു കേൾക്കും. ഞാൻ ആലോചിച്ചിട്ട് ഇത് മാത്രമേ വഴിയുള്ളൂ. സത്യമ്മ ആലോചിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്തിയാൽ മതി. എത്രയും വേഗം കാര്യങ്ങൾ നടന്നാൽ എല്ലാവർക്കും ഗുണകരമാകുന്ന വിധം എനിക്കെൻ്റെ ജോലി എത്രയും വേഗം തീർക്കാൻ പറ്റും. ഇല്ലെങ്കിൽ കാര്യങ്ങൾ നീണ്ടുപോയാൽ കഷ്ടത്തിലാവുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ വിഷ്ണു തന്നെയാവും എന്നുള്ള കാര്യം ഓർമ്മ വേണം. പിന്നെ ഈ സമയത്ത് പകയും വിദ്വേഷമൊന്നും മനസ്സിൽ വെക്കരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇതിപ്പോൾ നമ്മുടെ ആവശ്യമാണ്, അങ്ങനെ മാത്രം കരുതുക. അപ്പോൾ എല്ലാം മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ പറ്റും. സത്യമ്മ ആലോചിക്കേ, എന്നിട്ട് സത്യമ്മ ശാലിനി പോയി എന്ന് കാണാൻ നോക്ക്. കാര്യങ്ങൾക്ക് മൊത്തത്തിലൊരു വേഗത ഉണ്ടാവട്ടെ. അയ്യോ, ഇതാരാ? എനിക്കങ്ങോട്ട് കയറാവോ? വീട്ടിൽ വരുന്നവരെ പുറത്തു നിർത്തി സംസാരിക്കുന്ന ശീലം ഈ വീട്ടിലുള്ളവർക്കില്ല സത്യാമ്മേ.
സത്യമ കയറി വരൂ.